ഹായ് ഫ്രണ്ട്സ്, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്നത്തെ ഒരു ബിസി ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പം അതിനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് നേരെ നമ്മുടെ കടയിലേക്ക് പോകും. അപ്പം അവിടെ നമ്മുടെ സാറിങ്ങനെ ഒരുങ്ങി നിൽക്കുകയുണ്ടായിരിക്കും. അപ്പോൾ സാറ് രാവിലെ നമ്മുടെ ഇരയൂരത്ത് പോയിട്ട് സാറിൻ്റെ ചേച്ചിയെല്ലാം വിളിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ചാത്തന്നൂരിൽ നിന്ന് ഞാൻ ആ വണ്ടിയിൽ കയറും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ. അപ്പോൾ തിരുവനന്തപുരത്ത് കൊഞ്ചിറവിള ദേവീ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം. അപ്പം ആ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത നാത്തൂൻ്റെ, അതായത് സാറിൻ്റെ ചേച്ചിയുടെ മരുമോളുടെ ആങ്ങളുടെ കല്യാണമാണ്, അതായത് പ്രശാന്തിൻ്റെ കല്യാണം. അപ്പം ഞാൻ കടയിലേക്ക് വന്നപ്പോൾ സാറ് ഒരു ഫ്രീക്ക് ഷർട്ടൊക്കെ ഇട്ടുന്ന ഒരു ഫ്രീക്കിനെ പോലെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ സാറ് കാപ്പിയെല്ലാം കഴിച്ച് ഞാൻ കാപ്പി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് പുട്ടും പഴവുമാണ്. അപ്പം അതെല്ലാം കഴിച്ചിട്ട് സാറ് ഇരുവരത്തേക്ക് പോകും കേട്ടോ. ഇപ്പം നമ്മുടെ കട കുറച്ച് സമയമേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങ് അടയ്ക്കുകയാണ് പതിവ് കേട്ടോ. 9 മണി വരെയൊക്കെ കാണത്തുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് 7-7:30 ആകുമ്പോൾ തന്നെ കട അടയ്ക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം രാവിലെ പാലൊക്കെ വാങ്ങിക്കുന്നവർ രാവിലെ വരും. അപ്പം രാവിലെ ഇച്ചിരി തൈരൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്കും പാലൊക്കെ വന്നു. അപ്പോൾ പാലും ഇതുപോലെ എല്ലാവരും രാവിലെയൊക്കെ വന്നു. അല്ലാത്തവർക്ക് 1-2 പേര് അടുത്തുണ്ട്. അപ്പം അവർക്ക് വിളിച്ച് കൊടുത്തു. എന്നിട്ട് പോവാനായിട്ട് പോവുകയാണേ. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പം ഇനി പെട്ടെന്നൊന്ന് മേക്കപ്പ് ഇടണം, കാരണം സാർ ഇരുവരത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് ചാത്തന്നൂരോട്ട് എത്തണം കേട്ടോ. അപ്പം അതിനായിട്ട് പെട്ടെന്ന് മുടിയൊക്കെ കെട്ടാമെന്ന് ചോദിച്ചപ്പം മുടിയുടെ ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു 6-7 മാസമൊക്കെ ആയി കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ മുടിയൊന്നും ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇങ്ങനെ പൊങ്ങി നിൽക്കും, അതായത് ചുരുണ്ട് പൊങ്ങി കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് ചെയ്യണം. അപ്പം ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാമല്ലോ, മേക്കപ്പൊക്കെ വളരെ കുറവാണ്. ഒരു പൗഡർ, ഒരു പൊട്ട്, ഒരു തുടപ്പ്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മുടെ എക്യുപ്മെൻറ്റ്സാണ്. നമ്മുടെ ബെൽറ്റുകളും നീ ക്യാപ്പുകളും ഒക്കെ ഇട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാ ചാത്തന്നൂരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചാത്തന്നൂർ അവരെന്നെ കാത്തു നിൽക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചാത്തന്നൂരെത്തി. അവർ കാത്തു നിന്നു, ഞാൻ കയറി. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ കണ്ടോ കാറ്റൊക്കെ അടിച്ചെൻ്റെ മുടി കണ്ടോ പൊങ്ങിപ്പോയി കേട്ടോ. ഇനി അത് സെറ്റ് ചെയ്താലേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ സ്ലൈഡെല്ലാം കുത്തി ഊപ്പാട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം സാറും ചേച്ചിയുടെ ഹസ്ബൻഡും പിന്നെ സജിക്കുട്ടനുണ്ട്, ചേച്ചിയുടെ മൂത്ത മോനാണ്. പിന്നെ ചേച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടാണ്, ഞങ്ങൾ 5 പേരും കൂടാണ് ഞങ്ങൾ കല്യാണത്തിനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ബൈപ്പാസിലാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റുകാൽ ആ റൂട്ടിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പോണ വഴിക്ക് അട്ടക്കുളങ്ങര എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തുള്ളൊരു സിഗ്നലിൽ കിടന്നപ്പോൾ കണ്ടതാണ് കേട്ടോ പഴയടം രുചിയുടെ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പം ഇതിവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനന്ന് വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കൊഞ്ചിറവിള ദേവീ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം എത്തുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ആ ഒരു ഏരിയയിലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കൊഞ്ചിറവിള നമ്മൾ ഈ സൈഡിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ജംഗ്ഷനും കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റും കൂടെ പോയാലേ നമ്മൾ കൊഞ്ചിറവിള ക്ഷേത്രത്തിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെടിവഴിപാടിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ കാറ് നിർത്തിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറി കേട്ടോ. അപ്പം കല്യാണ പാർട്ടികളെയൊന്നും കണ്ടില്ലായിരുന്നു അവിടെ. അപ്പോഴാണ് പറഞ്ഞത് താലികെട്ട് നമുക്ക് ക്ഷേത്രത്തിനകത്തും പിന്നീട് നമുക്ക് കല്യാണമായിട്ട് ഒരു ചെറിയ ഹാളുണ്ട്, അപ്പം അതിനകത്തുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിലേക്കൊന്ന് കയറിയിട്ട് ഞാനും ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചി. അപ്പം ചേച്ചി ഞാനും കൂടെ അമ്പലത്തിലേക്ക് കയറി. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ശ്രീഭദ്ര എന്ന് പറയുന്ന അവരുടെ ഈ അമ്പലം വക ഒരു ചെറിയ ഒരു ഓഡിറ്റോറിയം. അപ്പം നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിൻ്റെ അകത്തുകൂടെ നമുക്ക് വേണമെങ്കിൽ ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറാം കേട്ടോ. അപ്പം ചേച്ചി അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ കയറി. പിന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയും വന്നു കേട്ടോ. അപ്പം ഇതാ നമ്മുടെ പ്രിയങ്കയാണ്. അപ്പോൾ പ്രിയങ്കയുടെ അണ്ണൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ പ്രിയങ്ക പറഞ്ഞപ്പോഴേ ചോദിച്ചു വ്ളോഗൊക്കെ ഉണ്ടോ, നല്ലപോലൊക്കെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊക്കെ നിന്ന് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഹാളിലേക്ക് കയറി. അപ്പം മൈനി നാത്തൂന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഹാള്. ഒരു ചെറിയ ഹാളാണ്, നല്ല ഭംഗിയുള്ളൊരു ഹാളാണ്. അപ്പോഴേക്കും ചെറുക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും ചാത്തന്നൂരിൽ നമ്മുടെ കവിതയും കല്യാണത്തിനായിട്ട് വന്നു കേട്ടോ.
അപ്പം ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൽ വെച്ചാണ് അവരുടെ താലി കെട്ട്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പെണ്ണും ചെറുക്കനും കുറച്ച് ആൾക്കാരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പം കല്യാണം പ്രമാണിച്ചുള്ള പൂജകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പെണ്ണും ചെറുക്കനും താലി കെട്ടുന്നതിന് മുമ്പ് പൂജയെല്ലാം കഴിഞ്ഞ് ചന്ദനമൊക്കെ ഇട്ടു. പക്ഷേ ഇത്രയും നേരം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി കേട്ടോ. അപ്പം അതിനുശേഷം അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു കേട്ടോ. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും അവർ തിരിഞ്ഞു നിന്ന് താലി കെട്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഹാളിലേക്ക് വന്നു. കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അപ്പം അവർ മണ്ഡപത്തിലേക്ക് കയറി അവിടെ നിന്നു കേട്ടോ. അപ്പം ഇനി കുറച്ച് നേരം നമുക്ക് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങളും പോയി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം അതിനുശേഷം പിന്നെ സാറും ചേച്ചിയുടെ മരുമോനും, അതായത് അരുണും ഒക്കെ പോയി ഫോട്ടോ എടുത്തു. അങ്ങനെ എല്ലാവരും ഏകദേശം ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഇനി ഫുഡാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആണെങ്കിൽ ഈ കല്യാണത്തിന് പോകൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സദ്യ ഇപ്പോൾ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. അപ്പം കിട്ടുന്ന സദ്യകളൊന്നും ഇപ്പോൾ പാഴി കളയാറില്ല. അപ്പം എന്തായാലും ഇവിടുത്തെ സദ്യ നല്ല കേമമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം പരിപ്പൊക്കെ ഒഴിച്ചപ്പോൾ ഞാൻ ഒരു വട്ടം മാത്രമേ മിക്കവാറും ഒക്കെ ചോറിടത്തുള്ളൂ. അപ്പം അതിനകത്തുനിന്ന് തന്നെ ഞാൻ സാമ്പാറിനും പുളിശ്ശേരിക്കും ഒക്കെ മാറ്റും കേട്ടോ. അപ്പം പപ്പടമൊക്കെ പൊടിച്ച് നമുക്ക് ചോറൊക്കെ തിന്നാം. ഓക്കെ, 2 തരം പായസം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബോളിയും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങ് കല്യാണ വീട്ടിലേക്ക് പോയി. പെണ്ണ് കയറുന്ന സമയത്ത് അവിടെ നിൽക്കാനായിട്ട് പോയി. അപ്പോഴേക്കും ഞാനും ചേച്ചിയും സാറും കൂടെ സജുവും കൂടെ തിരിച്ചു വരാനായിട്ടും പോയി. സജുവിൻ്റെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേച്ചിയെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ, വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ കുടുംബ വീട്ടിലേക്കാണ് ആദ്യം വന്നത് കേട്ടോ. അപ്പം അവിടെ സാറിൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു ചേച്ചിക്ക്. അപ്പം ഒന്ന് കണ്ടിട്ട് അമ്മയെ കണ്ടിട്ട് അങ്ങ് ഇരുവരത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അക്കടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കുടുംബ വീട്ടിൽ പണി നടക്കുകയാണ് കേട്ടോ. അപ്പം തലേ ദിവസം നമ്മുടെ ബാലകുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു കഷ്ണമൊക്കെ പങ്ക് കിട്ടി. അപ്പം അതെല്ലാം കഴിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആശംസിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും സജു നല്ല ക്ഷീണിച്ചപ്പം സജു പോയി അപ്പാമ്മയുടെ ഒരു കട്ടിൽ കയറിയും കിടപ്പുമായി കേട്ടോ. പിന്നെ അവിടെ കുറേ സമയം സൊറ പറഞ്ഞിരിക്കുകയും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ചേച്ചിയും മോനെയും ഞങ്ങൾക്കിനി ഇരുവരത്തേക്ക് കൊണ്ടുവിടണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിയുടെ വീട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കണ്ട വീട് ചേച്ചിയുടെ മോൻ്റെ വീടാണ് കേട്ടോ, സന്ദീപിൻ്റെ. അപ്പോൾ അത് നമ്മളൊരിക്കൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പാലുകാച്ചിൻ്റെയൊക്കെ. ഓക്കെ, അപ്പം ഇതാണ് ചേച്ചിയുടെ വീട് ഇരുവരത്തുള്ള കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ സാറിൻ്റെ ബൈക്ക് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം രാവിലെ സാറ് വന്ന ബൈക്ക്, അപ്പം ഞങ്ങൾ അതിനകത്ത് തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ വന്ന് ചായയെല്ലാം കുടിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇരുവരത്ത് നിന്നാൽ സ്ഥിരമുള്ളതാണ് കേട്ടോ കാവൽപ്പുരയിലുള്ള ഈ ഒരു കാത്തുനിൽപ്പ്. അപ്പം 2 ട്രെയിൻ അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഒരു ഗേറ്റ് തുറന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചാത്തനടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇടം വരെ ഉള്ളൂ. ഇപ്പോൾ ഇതെൻ്റെ വൈകുന്നേരം വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം മിക്ക ദിവസവും ഇതുപോലെ ബിസി ആയിരിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വ്ലോഗിൽ കാണാം.